കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പരാതിയിൽ രണ്ടാം പ്രതി മാർട്ടിനെതിരെ പോലീസ് കേസെടുക്കാൻ തീരുമാനിച്ചു. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയും അധിക്ഷേപിച്ചുമുള്ള വീഡിയോ ആണ് ഇയാൾ ചെയ്തത്. ഈ വീഡിയോയ്ക്കെതിരെയാണ് നടപടി. ഈ കേസിലെ രണ്ടാം പ്രതി മാർട്ടിനെ നിലവിൽ കോടതി 20 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം കോടതിയിൽ ഈ തടവ് തടഞ്ഞുകൊണ്ട് ഇത് തടവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതി തന്നെ ഒരു ഹർജി കോടതിയിൽ കൊടുക്കാനിരിക്കുകയാണ്. ഈ പ്രതിയുടെ തന്നെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പേര് പരാമർശിച്ചുകൊണ്ട് അതിജീവിത ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോഴാണ് ഈ പരാതി കൈമാറിയിട്ടുള്ളത്. ഇന്നലെ സർക്കാരിന്റെ അതിജീവിത എത്തി. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം കൂടിക്കാഴ്ച നടത്തിയത് 20 മിനിറ്റോളം ക്ലിഫ് ഹൗസിൽ വെച്ചായിരുന്നു. അപ്പോഴാണ് അതിജീവിത താൻ നേരിടുന്ന ഇത്രയും കാലയളവിൽ താൻ നേരിട്ട സൈബർ അധിക്ഷേപങ്ങൾ, ഒപ്പം തന്നെ അതും വളരെ ഗൂഢാലോചനപൂർവ്വം തൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടും തനിക്കെതിരായ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടും വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് വീഡിയോ അടക്കം തൻ്റെ പേര് വിവരങ്ങളടക്കം മനസ്സിലാകുന്ന തരത്തിൽ ഈ രണ്ടാം പ്രതി മാർട്ടിനും ഒട്ടേറെ ആളുകളും വളരെ ഗൂഢശ്രമം എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന വിവരം കൈമാറി. എന്താണെങ്കിലും അതിലിപ്പോൾ പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ കേസെടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അങ്ങനെ അതിജീവിതക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഏതൊക്കെ തരത്തിൽ എതിരായി ഇടപെട്ട ആളുകളുണ്ടോ അവരുടെയൊക്കെ തന്നെ സാമൂഹിക മാധ്യമ അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ പോലീസ് പരിശോധിച്ച് വരികയാണ്. രണ്ടാം പ്രതി മാർട്ടിൻ ഉൾപ്പെടെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് പുതിയ FIR കൂടി രജിസ്റ്റർ ചെയ്യുമെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്.